പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചതിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് മർദ്ദനം. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുജയ്ക്കാണ് മർദ്ദനമേറ്റത്. പി സുജയുടെ വീടിന് നേരെയും കഴിഞ്ഞ ദിവസം അക്രമം ഉണ്ടായത്. അതുകൊണ്ട് ആസൂത്രിതമാണെന്ന സംശയമുണ്ട് അതിലൊക്കെ. നടുവണ്ണൂർ മന്ദൻകാവിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രം ഉടമയും ഒരു സംഘം ആളുകളും ചേർന്ന് ആക്രമണം നടത്തിയെന്നാണ് പരാതി. പ്രദേശത്ത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സമരപരിപാടികൾ നടന്നുവരികയായിരുന്നു. അതിനിടയിൽ ഇന്നലെ രാത്രി ആശുപത്രി മാലിന്യവുമായി വന്ന വാഹനത്തെ ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം. സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രദേശത്തെ താമസക്കാരിയുമായ പി സുജയുടെ വീടിന് നേരെയും കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായിരുന്നു. വീട് ആക്രമിച്ച സംഭവത്തിൽ പോലീസ് ഉചിതമായ നടപടിയെടുക്കാത്തത് കാരണമാണ് വീണ്ടും അക്രമത്തിലേക്ക് സ്ഥാപന ഉടമയും സംഘവും തിരിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശുപത്രിയിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ ശേഖരിച്ചു വെക്കുകയും അവ പ്രോസസ് ചെയ്യുകയുമാണ് സ്ഥാപനം. ഇത് സമീപവാസികളായ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ശരീരമാസകലം, ചൊറിച്ചിലും അലർജിയും കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം തീപിടിച്ചതിനെ തുടർന്ന് സമീപവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയായിരുന്നു. സ്ഥാപന ഉടമയും സംഘങ്ങളും ചേർന്ന് നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.